കർത്താവിൻ്റെ ഓരോ ആത്മാവിന് വേണ്ടി നമ്മൾ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് കർത്താവിന് പ്രിയങ്കരമാണ്. കർത്താവിന് പ്രിയങ്കരമാണ്. അത് നമ്മൾ കാണുന്നത് യാക്കോബ് ശ്ലീഹ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ 5-ാമത്തെ തിരുലിഖിതമാണ്. യാക്കോബ് ശ്ലീഹ ലേഖനം 4-ാമത്തെ അധ്യായം അതിൽ 5-ാമത്തെ തിരുലിഖിതം. നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നു. അപ്പം നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവുണ്ടല്ലോ, ഈ ആത്മാവിനെ ദൈവം അത്യധികം വിലമതിക്കുന്നുണ്ട്. അത്യധികം ദൈവം വിലമതിക്കുന്നുണ്ട്. അപ്പം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും എന്ത് ചെയ്യണം? ദൈവം വിലമതിക്കുന്ന ഈ ആത്മാവിനെ കുറിച്ച് നമ്മളും വിലമതിക്കണം. ഏതൊക്കെ ആത്മാവാണ് ഇത്? നമ്മൾ ചിന്തിച്ച് നോക്കി. നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മ, ഈ അമ്മയുടെ ആത്മാവിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അമ്മയ്ക്ക് ക്യാൻസർ വന്നാൽ നിങ്ങൾ കരയും. അമ്മയുടെ ആത്മാവ് പാപത്തിലാണെങ്കിൽ നിങ്ങൾ കരയുന്നുണ്ടോ? ആത്മാവിനെ നിങ്ങൾ വില കൊടുക്കുന്നില്ല, അതിനെക്കുറിച്ച് ഗൗരവത്തിൽ ചിന്തിക്കുന്നില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളി, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ, കുടുംബത്തിൽ തന്നെ ചിന്തിച്ചു എത്ര ആത്മാക്കളുള്ളത്. എന്ത് ചെയ്യണം? ഈ ആത്മാക്കളെ കർത്താവിന് വേണ്ടി നേടിയെടുക്കാൻ കർത്താവ് തൻ്റെ ജനത്തിൽ ശുശ്രൂഷകരെ അന്വേഷിക്കുകയാണ്.